ഓക്കെ, പ്രസന്റേഷൻ എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? Yes or no? Yes, miss. കാണാവോ? കാണാം. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നമ്പർ സിസ്റ്റത്തെ കുറിച്ചാണ്. കാണാം. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പർ സിസ്റ്റത്തെ കുറിച്ചാണ്. വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് നമ്പർ സിസ്റ്റം. അത് കേൾക്കുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്നത്? എന്താണ് ഈ നമ്പർ സിസ്റ്റം? എന്തിനാണ് നമ്പേഴ്സ്? മൈക്ക് ഓൺ ആക്കി ഉത്തരം പറഞ്ഞോളൂ. എന്തിനാണ് നമ്പേഴ്സ്? ഒരു ഉപയോഗം പറയൂ. എന്തിനാണ് നമ്മൾ നമ്പേഴ്സ് പഠിക്കുന്നത്? എന്തിനാണ് നമ്പേഴ്സ്? ഒരു ഉപയോഗം ഇല്ലേ? ആൻസർ പ്ലീസ്. ദേവിക, മൈക്ക് ഓൺ ആക്കൂ, സംസാരിക്കും. എന്തിനാണ് നമ്പേഴ്സ്? ടീച്ചർ, ഹലോ ഹലോ ടീച്ചർ, കേൾക്കുന്നുണ്ടോ? ഹലോ ദേവിക സംസാരിക്കുന്നുണ്ടോ? ഹലോ. ഹലോ, പറയൂ. എന്തിനാണ് നമ്പേഴ്സ്? നമ്പേഴ്സ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കില്ലേ? മതി, കൂട്ടാനും കുറയ്ക്കാനും. അത് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് അല്ലാതെ എന്തിനാ കൂട്ടാനും കുറയ്ക്കാനും കണക്ക് കൂട്ടാനും നമുക്ക് എഴുതി വെക്കാനും അങ്ങനെയാണ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റത്തിന്റെ പേരെന്താ? നമ്മൾ 1 2 3 4 5 6 7 8 9 10 ഉപയോഗിക്കുന്നില്ലേ? അതിന്റെ പേരെന്താ? ഇറ്റ് ഇസ് നോൺ ആസ് ഡെസിമൽ സിസ്റ്റം. ഡെസിമൽ വെച്ചാൽ 10 ഉണ്ട്. 10 അല്ലേ ഉള്ളൂ? 0 1 2 3 4 5 6 7 8 9. അപ്പോ 0 മുതൽ 9 വരെ 10 ഉണ്ട്. ഈ 10 ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത്? ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം. ഓക്കെ, ഇത് കൂടാതെ വേറെ കുറെ നമ്പർ സിസ്റ്റംസ് ഉണ്ട്. ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Basically, when we say about number system, we can say that there are two types of number system. One is non-positional number system and the other one is positional number system. Non-positional എന്താ? പൊസിഷൻ ഇമ്പോർട്ടൻസ് ഇല്ല. പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് അറിയാവുന്ന മുഴുവൻ പൊസിഷണൽ നമ്പർ സിസ്റ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ 1 0 വെച്ചാൽ 10. 0 ഇപ്പത്തിട്ടാലോ 0 1 ഇട്ടാലോ നമ്മൾ ഉപയോഗിക്കുന്ന 1 0 തന്നെയാ. 1 0 എന്നിട്ടാ അതിന്റെ വാല്യൂ അല്ല 0 1 ഇട്ട് കഴിഞ്ഞാൽ 1 0 0 നിൽക്കുമ്പോൾ വാല്യൂ കൂടി അല്ലെ? നമ്മൾ ഒരു എമൗണ്ട് എവിടെ ഇടുന്ന അനുസരിച്ചിട്ട് ഇതിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ 21 12, രണ്ടിലും 2 മണ്ണ് ഉപയോഗിച്ചിട്ടുള്ളൂ. അതിന്റെ വാല്യൂ അല്ല 21ന്റെ വാല്യൂ അല്ലെ? അതില് നമ്പറിന്റെ പൊസിഷൻ അനുസരിച്ച് വാല്യൂ മാറിക്കഴിഞ്ഞാൽ എന്താ പറയാ? പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറയും. നോൺ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ അനുസരിച്ച് വാല്യൂ മാറുന്നില്ല. നിങ്ങൾക്ക് അറിയാമോ ഏതെങ്കിലും നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തെ കുറിച്ച് അറിയാമോ? പൊസിഷൻ ഇമ്പോർട്ടൻസ് ഇല്ല, അങ്ങനത്തെ ഏതെങ്കിലും നമ്പർ സിസ്റ്റം കേട്ടിട്ടുണ്ടോ? എനിവൺ ഓഫ് യു ക്യാൻ ആൻസർ. ഉത്തരം പറയാം. പൊസിഷന് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ എഴുതുന്നതനുസരിച്ച് നമ്മൾ ഒരു സിമ്പിൾ എഴുതിക്കാൻ അതിനൊരു വാല്യൂ ഉണ്ട്. പൊസിഷൻ അനുസരിച്ച് വാല്യൂ മാറുന്നില്ല. അങ്ങനത്തെ നമ്പർ സിസ്റ്റം അറിയാമോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും അറിയാമോ പൊസിഷൻ അനുസരിച്ച് വാല്യൂ ഇല്ലാത്ത, വാല്യൂ മാറാത്ത നമ്പർ സിസ്റ്റത്തെ കുറിച്ച്? ഇല്ല. നമ്മൾ കുഞ്ഞുനാളിലൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ 2 ഫ്ലവർ വരയ്ക്കും. രണ്ട് റെഫറേൻ 2 ഫ്ലവർ, 3 റെഫറേൻ 3 സ്റ്റിക്ക്, 5 ആപ്പിൾ. അങ്ങനെ നമ്പർ പഠിക്കാൻ കുറെ പിക്ചേഴ്സ് വെക്കും. പിക്ചർ അങ്ങോട്ടും കൂടെ മാറ്റിയാൽ വാല്യൂ മാറുന്നില്ല. നമ്മൾ എത്ര ഉണ്ടെന്ന് മാത്രമേ കൗണ്ട് ചെയ്യുന്നുള്ളൂ. അതേപോലെ നമ്പർ സിസ്റ്റം ആണ് നമ്മുടെ റോമൻ നമ്പർ സിസ്റ്റം. അത് ഫെമിലിയർ ആണോ? 1 2 3 എന്നൊക്കെ എഴുതുന്നത്. അത് പൊസിഷൻ അങ്ങോട്ടും കൂടെ മാറ്റി കഴിഞ്ഞാൽ വാല്യൂ മാറുന്നില്ല. അതിന് ഒരു വാല്യൂവിന് ഒരു
ഒരു ഫിക്ഷൻ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം ഇതിനകത്തുണ്ട് സ്ലൈഡിൽ അതിനെപ്പറ്റി വിശദമായി പറയാം. ഓക്കെ, ദർ ആർ 2 types of number system. ഏതൊക്കെയാണ്? നോൺ പോസിറ്റീവ് നമ്പർ സിസ്റ്റം ആൻഡ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. A non-positive number system uses limited number of symbols in which each symbol has a value. ആ സിമ്പിളിലാണ് വാല്യൂ, and അങ്ങോട്ടോട് മാറ്റിയിട്ട് വാല്യൂ മാറുന്നില്ല. However, the position of a symbol occupies the number normally bears no relation to this value. For example, Roman number system. Roman number system എന്താ? 1, 2, 3. അതാണ് Roman number system. Next. We write 1, 2, 3, 4, 5. ഇതാണ് റോമൻ നമ്പർ സിസ്റ്റത്തിലുള്ളത്. ദിസ് ഇസ് നോൺ പോസിറ്റീവ് നമ്പർ സിസ്റ്റം. ഓക്കെ, അതേപോലെ ടാലി മാർക്ക് ഇടുക. നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യുമ്പോൾ 4, 5 ഇങ്ങനെ മാർക്ക് ഇടും. 6, 7, 8, 9, 10. അത് ടാലി മാർക്ക്. 11. അങ്ങനെ എഴുതുന്ന നമ്പർ സിസ്റ്റം ആണ് നോൺ പൊസിഷണൽ. അതുണ്ടോ? അതിനകത്ത് വാല്യൂ ഇത് എങ്ങനെ എഴുതാൻ തന്നെയാണ്. ഇത് എന്തായാലും 3 ആണ്, ഇത് 4 ആണ്. ഓക്കെ, ഇത് 5 ആണ്. അപ്പൊ ഓരോ സിമ്പിളിന് ഒരു വാല്യൂ ഉണ്ടാവും. അടുത്ത പൊസിഷൻ നമ്പർ സിസ്റ്റം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പൊസിഷൻ അനുസരിച്ചിട്ട് അതിന്റെ വാല്യൂസ് മാറുന്നു. Here we have a set of ordered set of numeral called digits in which the value of a numeral depends on its position. Decimal number system is an example. 112 has a value, 21 has another value. And then 21 ആണ്. അങ്ങോട്ട് ഇടുമ്പോൾ ഇത് നമ്മൾ ഓരോ ഓർഡർ ഉണ്ട്. 0, 1, 2, 3 ആ ഓർഡറിലാണ് നമ്പേഴ്സ് വരിക. ഓക്കെ, 0യുടെ വാല്യൂ 1 കുറവാണ്, 1ന്റെ വാല്യൂ 2 കുറവാണ്, 2ന്റെ വാല്യൂ 3 കുറവാണ്. ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ കുറെ സിമ്പിൾസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ കേസ് ഓർഡേർഡ് പെയർ ഓഫ് വാല്യൂ സെറ്റ് ഉണ്ടാവും. അതിനോ ഈച്ച് വാല്യൂ ഹാസ് എ ബേസിസ് ഓർ റാഡിക്സ് ഓഫ് എ സിസ്റ്റം. എത്ര നമ്പർ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ബേസ്. ഡെസിമലാണ് എത്രയുണ്ട്? 10 ഉണ്ടാവും. ഓക്കെ, so these are the examples of non-positive number system. Symbol represent the value, not its position. It is difficult to perform arithmetic operation in non-positive number system. Examples are tally mark. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു tally mark, Roman number system. These are all examples of non-positive number system. Another example is excess 3 chord, cyclic chord and thread chord. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കാം. ഈ സെഷൻ അവസാനം ഇതിനെക്കുറിച്ച് പഠിക്കും. These are all non-positional number system. Now we are going to learn more about positional number system. Okay, the first one is, this is again non-positional number system. Non-positional Roman number system എക്സാമ്പിൾ ആണ്. ഇത്രയും സിമ്പിൾസ് ഉപയോഗിക്കുന്നത് I, B, X, L, C, D, M. ഈ സെറ്റിലുള്ള നമ്പേഴ്സ് മാത്രമേ ഉപയോഗിക്കൂ. ഓക്കെ, ഐയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 5 ആണ്, ഇത് 10 അല്ലെ, ഇത് 50, C ആണല്ലോ 100, D ആണ് 50, 500, M ആണ് 1000. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ 3 ഇട്ട് കഴിഞ്ഞാൽ 1 + 1 + 1 3 ആണ് വാല്യൂ. ബിയുടെ പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ 5 - 1 4 എന്ന് വരും. ബിയുടെ റൈറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 8 ആവും. അങ്ങനെ ഒരു വിധത്തിലാണ് നമ്മൾ വാല്യൂസ് എല്ലാത്തിലും ഡിഫൈൻഡും അല്ല, ചില കേസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടില്ല. കോമൺ നമ്പേഴ്സിൽ 0 ഇല്ല, 0 റെപ്രസെന്റ് വഴിയൊന്നുമില്ല. കാരണം അന്ന് 1 മുതലേ കൗണ്ട് ചെയ്യാൻ ആവശ്യമുള്ളൂ. അതിന് വേണ്ടി ഡിസൈൻ ചെയ്ത നമ്പർ സിസ്റ്റം ആണ് റോമൻ നമ്പർ സിസ്റ്റം. ഓക്കെ, പൊസിഷൻ നമ്പർ സിസ്റ്റത്തിലാണെങ്കിലോ വി ഹാവ് എ ഡിജിറ്റ്, പൊസിഷൻ ഓഫ് ദ ഡിജിറ്റ് ആൻഡ് ദ ബേസ് ഓഫ് ദ സിസ്റ്റം. ഈ 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നു മാത്രം. ഡിജിറ്റ് ഉണ്ടാവണം, ഡിജിറ്റിന്റെ പൊസിഷൻ വേണം, അതിന്റെ ബേസ് എത്ര ഡിജിറ്റുകൾ മാക്സിമം വരാം. ബേസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് അവൈലബിൾ ഇൻ ദ നമ്പർ സിസ്റ്റം. എത്ര ഡിജിറ്റ് വരെ ഒരു ഇതിൽ അവൈലബിൾ ആണ്, അതാണ് അതിന്റെ ബേസ്. അപ്പൊ ഡെസിമൽ സിസ്റ്റം ആണെങ്കിൽ എന്താ? ബേസ് 10. These are the 4 common number systems. One is decimal number system, second one is binary, octal and hexadecimal. ഡെസിമലിന്റെ ബേസ് ഇസ് 10, 10 ഉണ്ടാവും. ബൈനറി ആണെങ്കിൽ ബേസ് 2 ആണ്. 10 നമ്പർ നമുക്ക് എഴുതി നോക്കാം. ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഈ 10 ഡെസിമലിലുള്ളത്. ബൈനറി ആകുമ്പോൾ നമുക്ക് ആകെ 2 ഉള്ളൂ. ആദ്യത്തെ 2 മാത്രം എടുത്താൽ മതി, 0 and 1. ഓക്കെ, ഒക്ടലാണെങ്കിലോ 8 വേണം. അപ്പൊ ഏതൊക്കെ വരിക? 0, 1, 2, 3, മാക്സിമം ഇത് വരും
7 വരെ പോരെ? 7 വരെ ആയപ്പോൾ 8 ആയി കഴിഞ്ഞു. അപ്പൊ 8 ഇല്ല, 7 വരെ ഉള്ളൂ. octal number system. ഇനി അടുത്ത hexadecimal number system ആണ്. Base is 16. That is, here we need 16 numbers. Okay. Here we need 16 numbers. ആ 16 numbers എങ്ങനെ represent ചെയ്യാം? 0 മുതൽ 10 വരെ നമുക്ക് എടുക്കാം. You can take from 0 to 10. അപ്പൊ 10 എണ്ണായി. ഇനി എന്ത് വേണം? ഇനി 16 എണ്ണം വേണം. സോറി, 0 to 10 ഇല്ല, 0 to 9 വരുന്നുള്ളൂ. സീറോ മുതൽ 9 വരെ. ഇനി എന്താണ് വേണം? we need 11, 12, 13, 14, 15, 16. അപ്പൊ A, B, C, D, E, F കൂടി വേണം hexadecimal number system. ബാക്കി എല്ലാത്തിനും 10 കുറവായിരുന്നു. അപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. ഹെക്സാഡെസിമൽ എന്താ? ഡെസിമൽ സിസ്റ്റത്തേക്കാൾ കൂടുതലുണ്ട്, 16 ഉണ്ട്. അപ്പൊ നമുക്ക് 10 എണ്ണം ഡെസിമൽ എടുക്കാം, 0 മുതൽ 9 വരെ ഡെസിമൽ എടുക്കാം. പക്ഷെ ഇനി 5 വേണം. ഓക്കെ, ഇനി 6 വേണം. ഇതല്ല, 6 വേണം. അപ്പൊ A, B, C, D, E, F 6 എടുത്തു. അപ്പൊ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആയി. ഓക്കെ, now we are going to learn each one in detail. Okay, first is decimal system, which we all know. The base of the base is 10. We are using 10 symbols. Okay, the sets are, we can write it in a set form. S is equal to set 0, 1, 2, 3, 4, 5, 6, 7, 8, 9. Okay, this is integers undakam, real numbers undakam. Integer is the integral number with no fractional part is known as the integer. Okay, integer, this is an integer. Okay, a real number is a number with a fractional part. So 23.45. 56.0 as a real number. Okay, real numbers are also known as floating point numbers. Computer science terminology, floating point numbers or float for defining a real number. Is it clear? Now, how can you find out the maximum value of an integer? ഒരു രണ്ടക്കം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ എത്രയാ? ആരെങ്കിലും ഉത്തരം പറഞ്ഞേ. നമുക്ക് രണ്ട് പൊസിഷൻ ഉണ്ട്, രണ്ടക്കം ഉപയോഗിക്കാം. ഡെസിമൽ സിസ്റ്റം 0 മുതൽ 9 വരെയാണ് നമ്പേഴ്സ്. വിച്ച് ഇസ് ദ മാക്സിമം നമ്പർ? ആൻസർ ആരെങ്കിലും ഉത്തരം പറഞ്ഞേ. Varsha, what is the maximum number you can form with 2 digits? 99. 99, correct. What is the maximum number you can form with 3 digits? Someone else. Srilashmi, പറയൂ. 3 അക്കേ ഉള്ളൂ. Yes. What's the maximum number? 999. കേൾക്കണ്ടോ? 99. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതാവുമ്പോൾ 99 ആണ്. കേൾക്കുന്നുണ്ട്, പിന്നെന്താ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 99 എങ്ങനെ എഴുതാം? 100 - 1 എഴുതാം. ശരിയല്ലേ? 990 നമുക്ക് എന്താ 1000 - 1 എഴുതാം. അപ്പൊ ഇൻ ജനറൽ k ഡിജിറ്റ് ഉണ്ടെങ്കിൽ 10 to the power of k - 1 ആണ് മാക്സിമം നമ്പർ. ഓക്കെ, യൂസിങ് k ഡിജിറ്റ് the maximum number possible is 10 to the power of k - 1. ക്ലിയർ ആണല്ലോ അല്ലെ? നമ്മളിപ്പോ 3 ആണെങ്കിൽ എന്ത് വേണം? 10 to the power of 3 - 1. This is 10 raised to 3 - 1. This is 10 raised to 2 - 1. 2 ഡിജിറ്റ് ആണെങ്കിൽ 10 to the power of 2 - 1. 3 ആണെങ്കിൽ 10 to the power of 3 - 1. അതേപോലെ k ഡിജിറ്റ് ഉണ്ടെങ്കിലോ 10 to the power of k - 1 ആണ് അതിന്റെ മാക്സിമം ഡിജിറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ ഇനി ഡിജിറ്റ് നമ്പർ എങ്ങനെ എഴുതാം? സപ്പോസ് 23 സെയിം ആസ് 20 + 3. ശരിയല്ലേ? നമ്മൾ ഡിഫൈൻ ചെയ്യണം നമ്പർ എങ്ങനെ എഴുതാം. ദാറ്റ് മീൻസ് 2 × 10 to the power of 1 + 3 × 10 to the power of 0. ശരിയല്ലേ? എനി നമ്പർ ടു ദ പവർ ഓഫ് 0 എത്രയാ? 1 ആണ്.
അല്ലെ? You know that a raised to 0 is equal to 1. Any number to the power of 0 is equal to 1. So 23 can be write 23 as 20 plus 3. That is 2 into 10 raised to the power 1 plus 3 into 10 to the power of 0. Okay. So any number, any number can be written as last digit. But 3 into 10 to the power of 0 plus 2 into 2 into 10 to the power of 1 plus x to the digit and the powers of kutti. So we can write any real number, any number like this. Okay. Fractional part anengilo 0.12 ആണ്. ഇങ്ങനെ എഴുതാം 1 into 10 to the power of minus 1 plus 2 into 10 to the power of minus 2. ശരിയല്ലേ? That is 1 by 10. 0.1 കിട്ടും plus 1 by 100. 1 by 10 എന്താ 0.1. 1 by 100 0.02. രണ്ടോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 0.1 plus 0.02 എത്ര വരിക 0.12. കോംപ്ലിക്കേറ്റഡ് തോന്നുന്നുണ്ടോ? 0.12 നമുക്ക് എന്ത് ചെയ്താൽ 10ന്റെ പവേഴ്സ് ആയിട്ട് എഴുതാം. either പോസിറ്റീവ് പവർ ഓർ നെഗറ്റീവ് പവർ. നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഒരു നമ്പറിനെ അതിന്റെ ബേസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ബേസ് 10 ആണ്. അപ്പൊ നമ്പറിനെ 10ന്റെ പവേഴ്സിൽ പവർ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. ജസ്റ്റ് ക്ലിയർ ഓൾ ദ ഒരു ഇച്ചിരി വലിയ നമ്പർ എടുക്കാം. 45.862. ഈ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ പവർ എന്താണ്? സീറോത്ത് പവർ, ഫസ്റ്റ് പവർ, സെക്കൻഡ് പവർ. ഇവിടെ വരുമ്പോൾ 0 ഇല്ല. -1, -2, -3. ഈ നമ്പർ മൊത്തമായിട്ട് എങ്ങനെ എഴുതാം? 2 into 10 to the power of 2 plus 4 into 10 to the power of 1 plus 5 into 10 to the power of 0 plus പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല. 8 into 10 to the power of -1 plus 6 into 10 to the power of -2 plus 2 into 10 to the power of -3. ഓക്കെ, അത് ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? പറയണം. ഇപ്പൊ എഴുതി മനസ്സിലായോ എന്താന്ന്? 2 into 10 to the power of 200 എന്ന് കിട്ടും. ഇത് 45. 200 plus 40 plus 5 245 കിട്ടി. ഇവിടെ 8 by 10 0.8 ആണ്. 6 by 10 to the power of -2 പറയുമ്പോൾ 0.06 കിട്ടും. രണ്ടോട്ട് കൂട്ടുമ്പോൾ നമുക്ക് 0.86 ആയി. ഇവിടെ വരുമ്പോൾ 0.002 ആണ്. കൂട്ടുമ്പോൾ 862 എന്ന് കിട്ടും. 0.862 എന്ന് കിട്ടും. So any number can be represented like this. This is the format. Okay. -1 into 10 to the power of k -1 plus etc. S1 10 to the power of 1 plus S0 10 to the power of 0 plus S -1 into 10 to the power of -1 plus etc. S -7 into 10 to the power of -7. അതിന്റെ പവേഴ്സ് എത്ര ഉണ്ടോ അത്ര നേരം ചെയ്താൽ മതി. പ്ലേസ് വാല്യൂ നമ്മൾ എങ്ങനെ എഴുതാം? നമ്മളിവിടെ എഴുതിയില്ല, ഇത് ഇവിടെ കാണിച്ചിരുന്നതാണ്. 4ന്റെ പ്ലേസ് വാല്യൂ എടുത്തിട്ടുണ്ട്. This is 10 to the power of 0. This is 10 to the power of 0. This is 10 to the power of 1. This is 10 to the power of -1. This is the 10 to the power of -2. Okay, this is how we write. Place value എഴുതുമ്പോൾ ആദ്യത്തതിന്റെ 1's place ആണ്. ഫസ്റ്റ് ഇത് 1's place ആണ്. ഇതോ 10's place ആണ്. അടുത്ത 100th place ആണ്. 1, 10, 100. Okay. Or in other words, we can write 10 to the power of 0, 10 to the power of 1, 10 to the power of 2. Place value ഒക്കെ നേരത്തെ പഠിച്ച ഓർമ്മയില്ലേ? ഒറ്റ എന്താ പറയാ, 10ന്റെ അക്കം, 100ന്റെ, 1000 അങ്ങനെ പ്ലേസ് വാല്യൂ എഴുതില്ലേ? അതനുസരിച്ചാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇവിടെ 1, 10, 100 എന്ന് പറയുന്നതിന് പകരം എന്ത് എഴുതി? 1, 10 to the power of 0, 10 to the power of 1, 10 to the power of 2, 3, 4 അങ്ങനെ എഴുതുന്നു. ഇത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഇത് മനസ്സിലായോ എല്ലാവർക്കും? ആരെങ്കിലും ഉത്തരം പറയൂ. മനസ്സിലായില്ലേ? അനി പർവിൻ മനസ്സിലായോ? അനി ഹലോ മാം, മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അടുത്ത ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാ? ബേസിസ് എത്രയാ പറയൂ? 2 അല്ലേ?
ബൈനറിയിൽ രണ്ടേ ഉള്ളൂ, ബേസ് ഇസ് 2. Here base is 2. Here a single binary digit is called a bit. A binary number consists of several bits. So, okay, 10101. This is a 5-bit binary number. 5 ഉണ്ട്. ഇത് എത്രയുണ്ട്? 3 എണ്ണം. This is a 3-bit binary number. ഇവിടെയോ 1 2 3 4 5 6. This is a 6-bit binary number. Okay. Here base is 2. അപ്പോൾ നമ്മൾ s എങ്ങനെ എഴുതാ? s equal to set 0 1. 0 1 മാത്രമേ ഉള്ളൂ. ഒരു ബിറ്റ് ഇത് 0 അഥവാ 1 ഒരു സിംഗിൾ ബൈനറി ഡിജിറ്റ് പറയുന്നതാണ് ബിറ്റ്. Okay. Data and programs are stored in a computer using binary patterns, string of bits. This is because computer is made up of electronic switches that can have only 2 states. Electronic switches ഉപയോഗിക്കുന്നുണ്ട് കേൾക്കണേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇലക്ട്രോണിക് സ്വിച്ച് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓൺ ഓഫ് പൊസിഷൻ. അപ്പോൾ ബൈനറിയിൽ എപ്പോഴും two states ഉള്ളൂ, either 0 or 1. So we will be learning more about binary number system. Okay, thoroughly about binary number system after completing the introductory section. Okay. ബൈനറി നമ്പർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? നേരത്തെ നമ്മൾ 10 ആണ് പറയുന്നത്, ഇവിടെ 10 സ്ഥാനത്ത് 2 ആയിരിക്കും. 2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ ഇവിടെ 2 ആയിരിക്കും പവേഴ്സ്. ഇനി നമ്പർ 2ന്റെ പവേഴ്സ് ആയിരിക്കും എഴുതാം. ഞാനിത് നോക്കണ്ട, നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. 10101.1101. ഇതിപ്പോ എങ്ങനെ എഴുതാം? ഇതിന്റെ പൊസിഷൻ 0 ആണ്. 1 2 3 4. ഇവിടെ വരുമ്പോ -1 -2 -3 -4. ഈ നമ്പർ ദിസ് നമ്പർ എങ്ങനെ എഴുതാൻ പറ്റുക? this 1 into 2 to the power of 4. 1 into 2 raised to 4 plus 0 into 2 raised to 3 plus 1 into 2 raised to 2 plus 0 into 2 raised to 1 plus 1 into 2 raised to 0 plus 1 into 2 raised to -1 plus 1 into 2 raised to -2 plus 0 into 2 raised to -3 plus 1 into 2 raised to -4. ഇങ്ങനെയാണ് ഈ നമ്പറിന്റെ എക്സ്പാൻഷൻ. നേരത്തെ പഠിച്ചപ്പോൾ നമ്മൾ 10 ഉപയോഗിച്ചിരുന്നത്, ഇവിടെ അതിന് പകരം 2 ആണ് ഉപയോഗിക്കുന്നത്. ഹിയർ ബേസ് ഇസ് 2. 2 ഉപയോഗിച്ച നമ്പേഴ്സ് എല്ലാം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ബേസ് വാല്യൂസ് ആർ 2 raised to 0, 2 raised to 1, 2 raised to 2, like that. 2 raised to 0 വെച്ചാൽ 1 ആണ്. 2 raised to 1 വെച്ചാൽ എത്രയാ? 2 തന്നെ. 2 raised to 2 എന്ന് പറയുമ്പോൾ 4 ആണ്. 2 2 8 ആണ്. 2ന്റെ പവേഴ്സ് ആയിരിക്കും ഇവിടെ ബേസ് വാല്യൂ പോവുക. നേരത്തെ 10ന്റെ പവേഴ്സ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. 10 100 അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെയല്ല. 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, etc. This is how the place value goes. Okay. Maximum value എങ്ങനെ പറയാൻ പറ്റിയ? അപ്പോൾ നമുക്ക് 2 bits ഉണ്ട്. 2 bitsന്റെ മാക്സിമം വാല്യൂ നമുക്ക് 10ൽ എങ്ങനെ കിട്ടിയേ? 10 to the power of 2 minus 1. നമ്മൾ 99 നിങ്ങൾ പറഞ്ഞു അല്ലേ? 99 ആണ് മാക്സിമം വാല്യൂ കിട്ടിയത്. ഇവിടെ അതെങ്ങനെ കിട്ടിയേ? 10 to the power of 2 minus 1 ആയിരുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ 2 to the power of 2 minus 1 ആണ് ഉപയോഗിക്കുക. That is 4 minus 1. It is 3. 2 ഡിജിറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ വിൽ ബി 3. അപ്പോൾ k ഡിജിറ്റ് ആണെങ്കിലോ 2 raised to k minus 1. Okay. 5 ഡിജിറ്റ് ആണെങ്കിലോ 2 raised to 5 minus 1. That is 32 minus 1 is equal to 30. This is how we create the maximum number of digits. ഇവിടെ ഇന്റിജർ പാർട്ടും ഉണ്ട്, റിയൽ പാർട്ടും ഉണ്ട്. ഇന്റിജർ പാർട്ട് ആണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടാവില്ല. റിയൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. This is how we express place values, numbers, and its positions. അടുത്ത നമ്പർ സിസ്റ്റം ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. നമ്മൾ ഒരു നമ്പർ സിസ്റ്റം പഠിച്ചാൽ അതിന് സിമിലർ ആയിട്ടാണ് ബാക്കി എല്ലാ നമ്പർ സിസ്റ്റം വന്നേക്കുന്നത്. എത്ര ബേസ് മാത്രമേ മാറുന്നുള്ളൂ. ഒക്ടൽ ആകുമ്പോൾ ബേസ് എത്ര? ബേസ് is 16. Sorry, base is 8. In the case of octal number system, the base is 8. Base അഥവാ radix എന്ന് പറയും. Base or radix is equal to 8. It is an ordered set with values 0, 1, 2, 3, 4, 5, 6, 7. They are known as octal digits. Octal means 8. Numbers representing okay. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. S0 ന്റെ 8 raised to 0, S1 8 raised to 1, S2 8 raised to 2, Sk minus 1 8 raised to k minus 1, k minus 2, Sk minus 1 8 raised to k minus 1. This is an integer value. ഇതൊന്നും ഫ്രാക്ഷണൽ പാർട്ട് കാണിച്ചിട്ടില്ല. ഫ്രാക്ഷണൽ പാർട്ട് സാധാരണ ബൈനറിയിൽ ഉപയോഗിക്കാറുള്ളൂ. ഇതിനൊന്നും അധികം ഉപയോഗിക്കുന്നില്ല. മാക്സിമം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? k ഡിജിറ്റ് ഉണ്ടെങ്കിൽ മാക്സിമം വാല്യൂ 8 raised to k minus 1. This is the maximum value that can store using 8 digits, k digits.
Okay. That's the last number system which we are going to learn now is 16, base 16. Base is equal to 16. But symbols are 0, 1, 2, 3, 4, 5, 6, 7, 8, 9. This is alphabet letters A, B, C, D, E, F. So A, B, C capital letters or small letters. We can use small A, B, C, D. No problem in using. Instead of A, we can use small a, small b, small c, d, e, f. The weakness is only stick on here. Capital small mix. Usually, we capital letters. We can use uppercase letters or lowercase letters. Now, the values A value 10, B value 11, this is 12, this is 13, this is 14, this is 15. Okay. Here also the representation is like this. First digit in 60 is to 0, 60 is to 1, 60 to the power of 2, 60 to the power of k minus 2, 60 to the power of k minus 1. Okay. This is the place value, this is the number, place value. But if radical 16 we can 60, value is 0 into 60 is 0. S1, 60 to the power of 1, the value will be S1 into 16 to the power of 1. Okay, look at this number 2ae to the power of 16 in the base 16. This is valid. A model F vara. This is valid. This is equal to value under e into 10 to 16 to the power of 0. Then 0 then 1 then 2 value e into 16 raised to 0 plus a into 16 raised to 1 plus 2 into 16 raised to 2. Okay. Either ഒന്നുകിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം. ഞാൻ ഇപ്പൊ ഇതാണ് ആദ്യം എഴുതിയത്. എനിക്ക് ഇച്ചിരി എളുപ്പം എന്ത് ചെയ്യണം? പവേഴ്സ് എഴുതി വെക്കും. 2 into 16 raised to 2 plus a into 16 raised to 1 plus c into 16 raised to 0. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. This are equal. ലെഫ്റ്റ് റൈറ്റിലേക്ക് വേണ്ടി എഴുതാൻ എളുപ്പം എങ്ങനെ ചെയ്യാം? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതാൻ എളുപ്പം എങ്ങനെ ചെയ്യാം? ഏതെങ്കിലും ഒരെണ്ണം ഓക്കെ. ഇത്ര എഴുതിയതിന് വാല്യൂ എഴുതാൻ പറ്റും. 2 into 16 raised to 2 എത്രയാ? 16 into 16 എത്രയാ വാല്യൂ വരിക? 256. A വെച്ച് എത്ര? എയുടെ വാല്യൂ 10 ആണ്. 10 into 16 that is 160. ഇയുടെ വാല്യൂ എത്രയാ? that is 14. 14 into 1. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 686. Okay, this is how we calculate the values. This is a summary of number system. We have positional number system and non-positional number system. Positional weighted and the period end up. Oro digit weighted. Non-positional number system is non-weighted number system. Okay. In the case of positional number system, we have decimal, octal, binary, hexadecimal. These four we have learned. We will learn about BCD. BCD stands for binary, coded, decimal. And 8421 code. 8421. And code in the weight on 8421. In the case of non-positive, we have learned about Roman code. Okay, we will learn about cyclic, XS3 and Greek code. We will learn the next class. Okay, now we are going to write. We can stop here. Okay, and this is a summary of the four positional number system. Here we have a base or radix of a number system. What is base or radix? Base or radix of a number system can be referred to as the total number of different symbols which can be used in a particular number system. A number system എത്ര symbols ഉപയോഗിക്കുന്നു അതാണ് in a radix. But decimal എത്ര ഉണ്ട്? decimal 10 ആണ്. These are the symbols. Okay. Binary 2 ആണ്. These are the symbols. Octal 8 ആണ് and these are the symbols. Hexadecimal 16 ആണ് and these are the symbols. Hexadecimal representation is the shortest one because 15 represent ചെയ്യാനായിട്ട് decimal എത്ര വേണം? Decimal. Decimal because we are going to represent 15 in decimal, octal, binary and hexadecimal. Decimal എത്ര? decimal ആണ് 15 എന്ന് എഴുതാം. octal ആണെങ്കിലോ? Okay.
ബൈനറി ആണെങ്കിലോ മോർ ദാൻ കുറെ ഡിജിറ്റ് വേണം. ഹെക്സ് ആണെങ്കിൽ ഒറ്റ ഡിജിറ്റ് മതി. അപ്പൊ എന്നാണ് നമ്മൾ പറയുന്നത് ഹെക്സാഡെസിമൽ ഡെഫിനിഷൻ ഇസ് ദ ഷോർട്ടസ്റ്റ് റെപ്രസെന്റേഷൻ. ഓൺലി വൺ ഡിജിറ്റ് ഈസ് റിക്വയർഡ് റെപ്രസെന്റ് 15. ഡെസിമലിൽ രണ്ടെണ്ണം വേണം. എന്തായാലും രണ്ടോ അതിൽ കൂടുതൽ വേണം. ബൈനറി എന്തായാലും രണ്ടോ അതിൽ കൂടുതൽ വേണം. പക്ഷെ ഹെക്സാഡെസിമലാണ് കൂടുതലുള്ളത്. 16 പൊസിഷൻസ് ഉണ്ട്. സോ ഇറ്റ് നീഡ്സ് ഓൺലി one digit to represent 15. Okay. This is the comparison of these number systems: decimal 0 to 15, binary 0 to 15, octal 0 to 15, and hexadecimal 0 to 15. We'll do one thing. We will write. You can take a notebook and write along with. ഒരുമിച്ച് എഴുതാം. Inside നോക്കണ്ട. ആയിട്ട് കാണാമല്ലോ. Okay. We are going to write the binary number system. We are going to write binary number system. First 0 ला start ചെയ്യുന്നത്. 0. This is decimal. Decimal 1, binary 1 തന്നെ. Decimal 2, 3, 4, 5, 6 അങ്ങനെ പോകും. ബൈനറി ആകുമ്പോൾ എന്താ 0 1 മാത്രമേ ഉള്ളൂ. ബൈനറി നമുക്കറിയാം ആ കൂടി 0 1 മാത്രമേ ഉള്ളൂ. അപ്പൊ 0 1 അടുത്ത ബിറ്റ് ഏതായിരിക്കും? വാട്ട്സ് നെക്സ്റ്റ് ഡിജിറ്റ്? എന്നിട്ട് എന്നെ അതിൽ നോണെങ്കിൽ പറഞ്ഞ് ഇനി അടുത്ത ഡിജിറ്റ് എന്താ വരിക? ഞാൻ അപ്പോഴും ഡെസിമൽ എഴുതി തീർക്കാം. 7, 8, 9, 10. ബൈനറി നമ്പർ സിസ്റ്റം എഴുതുകയാണ്. ഫസ്റ്റ് 0 തുടങ്ങി 1 തുടങ്ങി. ഇനി അടുത്ത ബിറ്റ് എന്തായിരിക്കും? 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10 എഴുതാം. അങ്ങനെ 1 0 കൂടെ ചേർത്തിട്ടുള്ളതാണ്. സോ for 2 its required number is 10. ഓക്കെ. ഇവിടെ 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്, 15. ഓക്കെ. 2 എഴുതി. 3 എഴുതാം. 1 1 ഉണ്ട്. 4 എന്ത് ചെയ്തും മാക്സിമം എത്തിക്കഴിഞ്ഞു. നമുക്ക് ഇനി എന്ത് എഴുതാൻ പറ്റും? നമ്മൾ 10 എഴുതി, 11 എഴുതി, 12 എഴുതാൻ പറ്റുമോ? ഇല്ല. 13 പറ്റുമോ? 14 പറ്റില്ല. 15 പറ്റില്ല. 16 പറ്റില്ല. 17 പറ്റില്ല. 18, 19 ഒന്നും പറ്റില്ല. ഏതുവരെ പറ്റും? 20, 21, 22 ഒന്നും പറ്റില്ല. 33 കിട്ടോ? 44 കിട്ടോ? ഏതെങ്കിലും കിട്ടോ? വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് നമ്പർ? ആർക്കെങ്കിലും പറയാമോ ഇനി അടുത്ത നമ്പർ എന്തായിരിക്കും? 100 ആണോ മിസ്? 100 ആണ്. നിങ്ങള് ശരി. ഇതൊരു കഷ്ടമാണ്. 12 മണിക്ക് കഴിയില്ലേ? അത് കഴിഞ്ഞ് ഒന്ന് എഴുതിക്കോ. ഉച്ചയ്ക്ക് എഴുതിക്കോ. ഉച്ചയ്ക്ക് എഴുതിട്ട് നോക്കാം. അരമണിക്കൂറിൽ മീറ്റിംഗ് കഴിഞ്ഞ് എഴുതിട്ട് പോക്കോളാൻ പറ. മീറ്റിംഗ് എഴുതിക്കോട്ടെ. പരീക്ഷ തന്നെ ലാബിൽ ഒന്ന് പരീക്ഷ എഴുതിക്കോട്ടെ. 100 ആണ് ആൻസർ. കറക്റ്റ് ആരാ പറഞ്ഞേ? ആരാ ഉത്തരം പറഞ്ഞ? ഞാൻ കേട്ടില്ല. ആരാ ഉത്തരം പറഞ്ഞേ? 100 പറഞ്ഞ ആരാ? പേര് പറഞ്ഞേ.
വെരി ഗുഡ് വെരി ഗുഡ്, കറക്റ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ഇസ് 100. അടുത്ത നമ്പറോ 101. 101. ആ 5 കിട്ടി. ഇനി അടുത്തത് 6. അടുത്ത നമ്പർ എന്താ? 101 കഴിഞ്ഞ 111. ഞാൻ എഴുതണോ? നിങ്ങൾ പറയോ? അല്ല, അതിന് മുമ്പ് പറഞ്ഞോട് വരും. 001 ടീച്ചർ. 111 മുമ്പ് 111 മുമ്പ് പറഞ്ഞോട് കിട്ടും. 001 ഇതാണ് 001. ഇതാണ് 001. 110 കറക്റ്റ്. ആ ഓക്കെ. അടുത്ത 111. ഇനിയോ? ഇനി അടുത്ത നമ്പർ ഏതാ വരിക? 1000. കറക്റ്റ്. അടുത്തത് 1001. അടുത്തത് 1 0 1 1 കഴിഞ്ഞാൽ 10 10 കഴിഞ്ഞാൽ 11 11 കഴിഞ്ഞാൽ 100 101 110 111 1000 1001. ഇനി അടുത്ത് നോക്കിയാൽ മതി. 1001 കഴിഞ്ഞാൽ 1001 കഴിഞ്ഞാൽ 10 1 കഴിഞ്ഞാൽ 10 ആണ്. 1010 11 1011. അടുത്തത് 1100 1101 1110 1111. ഓക്കെ, ഞാൻ 15 വരെ എഴുതി. നിങ്ങള് നോട്ട്ബുക്കിൽ 30 വരെ എഴുതാം, 30 വരെ എഴുതാം. അപ്പൊ മനസ്സിലാവും എങ്ങനെയാ കിട്ടണേന്ന്. 32 വിൽ ബി 5 1 ആയിരിക്കും. 32 വരെ എഴുതിക്കും. റൈറ്റ് അപ് ടു 32. 30 നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇത് 31 ആണ്. 31ന്റെ വാല്യൂ ഇതായിരിക്കും. 32 വരെ എഴുതാം. 32 വിൽ ബി 1 1 1 2 3 4 5 5 0. This will be your answer. Right up to 32. ഓക്കെ, ക്ലിയർ ആണല്ലോ? നോട്ടിൽ എഴുതാം. അപ്പൊ നമുക്ക് മനസ്സിലാവും, ക്ലിയർ ആയിക്കോളും സംഭവം എങ്ങനെയാ എഴുതാന്നുള്ളത്. Now we write octal numbers. ബൈനറി, അടുത്ത octal. octal നമുക്ക് ഏതൊക്കെ എഴുതാം? 0 1 2 3 4 5 6 ഇത്ര എഴുതാം. അപ്പൊ ആദ്യത്തെ ഒന്നും പ്രശ്നമല്ല. 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6 7. ഇത്രയും വരെ ഓക്കെയാണ്. ആദ്യത്തെ 7 ഡിജിറ്റ്സ് ബൈനറിയിലും ഡെസിമലിലും ഒക്ടലിലും സെയിം ആയിരിക്കും. 8 സ്ഥലത്ത് എന്താ എഴുതണ്ടേ? പറയൂ. ഇനി അടുത്ത നമ്പർ എന്താ വരിക? 7 കഴിഞ്ഞാൽ മാക്സിമം എത്തിക്കഴിഞ്ഞു. അടുത്ത നെക്സ്റ്റ് പറയൂ. നിങ്ങൾ പറഞ്ഞേ എഴുതുന്നുള്ളൂ. എന്താണ് 8 ഇക്വാലിനായിട്ട് വരിക? 8 സംഭവം ഇല്ല. നമ്മൾ 7 വരെ എത്തിക്കഴിഞ്ഞു. കണ്ടോ? ഇത് ഇതുവരെ ഉള്ളൂ. 0 മുതൽ 7 വരെ ഉള്ളൂ. 8 വാല്യൂ ഇല്ല. അപ്പൊ നമ്മൾ എന്താണ് ആദ്യത്തെ 2 ബിറ്റ് ഉപയോഗിച്ച് വേണം 8 ഉണ്ടാക്കാൻ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്പർ വിൽ ബി 10. നമ്മൾ ഡെസിമലില് 9 എത്തിയ 10 എഴുതില്ലേ? അത് ഇവിടെ 7 എത്തിയ 10 എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? 7 എത്തിയ 10 എഴുതാം. 7 കഴിഞ്ഞാൽ 8 ഇല്ല, അതിന് പോലെ 10. 8 9 ഇല്ല, അപ്പൊ 10 എഴുതി. അപ്പൊ അടുത്ത നമ്പർ എന്ത് വരും? 11 12 13 14 15 16 17. ഇനി അടുത്ത നമ്പർ എന്താ വരിക? 17 കഴിഞ്ഞാൽ പിന്നെ 20. 18 ഇല്ല, 19 ഇല്ല, 20 ഉണ്ടോ? 20 ഉണ്ട്. 17 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 20 ആണ്. 20. ഇത് അതുപോലെ 32 വരെ കംപ്ലീറ്റ് ചെയ്യാം. 20 എഴുതാം, 21 22 22 27 വരെ എഴുതാം. പിന്നെയോ 30 37 40 47 50 57 60 67 70 77. 80 എഴുതാൻ പാടില്ല, 80 ഇല്ല. 77 കഴിഞ്ഞാൽ പിന്നെ 100 ആണ്. ഓക്കെ, ഇവിടെ ഹയസ്റ്റ് ഡിജിറ്റ് ഒരു 7 ആണ്. 7 എത്തുമ്പോൾ ഹയസ്റ്റ് ആയി കഴിഞ്ഞു. നമ്മൾ 7 എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഡിജിറ്റ് ഫില്ല് ചെയ്യാം. 77 കഴിഞ്ഞാൽ
100 ആണ്. 100 വരെ പോകും, 777 വരെ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ 1000ലേക്ക് പോകും. ഇങ്ങനെയാണ് ഒക്ടൽ കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഹെക്സാഡെസിമൽ എഴുതാം. ഹെക്സാഡെസിമൽ നമ്മൾ എക്സ് എന്ന് എഴുതും, ക്യാപിറ്റൽ HEX എന്ന് എഴുതും. പിന്നെ ബ്രാക്കറ്റില് H എന്ന് എഴുതും. ഓക്കെ, ഹെക്സാഡെസിമൽ നമ്പർ എങ്ങനെ എഴുതാം? ആദ്യമേ 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. I'm sorry. ഈ 9 കഴിഞ്ഞാൽ പിന്നെ എന്താ? 10 ഇല്ല. അതുപോലെ A, B, C, D, E, F. D, E, F. ഇങ്ങനെയാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം പോകുന്നത്. 15 ഇക്വാലിറ്റി F എന്ന് കിട്ടും. അടുത്ത നമ്പർ എത്രയാ? ഇതിനെ കുറച്ചുകൂടി എഴുതാം. ഇത് 15 ഇക്വാലിറ്റി ആണ്. 16 എന്താ വരിക? F കഴിഞ്ഞപ്പോൾ എന്താ വരിക? ആർക്കെങ്കിലും പറയാമോ? നമ്മൾ 9 കഴിഞ്ഞാൽ 10 എഴുതും. അതുപോലെ F കഴിഞ്ഞാൽ ഇവിടെ അടുത്തത് 10 ആണ്. 10, 11, 12, 13, 14, 15, 16, 17, 18, 19. 1 കഴിഞ്ഞാൽ പിന്നെ 19 കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക? 9 പകരം 10 ആണ്. 1A, 1B, 1C, 1D, 1E, 1F. ഇനിയോ 20, 21, 22 ഒന്നും എഴുതണ്ട. 2F, 30, 31, 32, 3F. ഇനി എങ്ങനെ എവിടെ വരെ പോകും? ഞാനിപ്പോ 90 എഴുതാം. 90, 91, 92, 9. അടുത്തേതാന്ന് പറയൂ. 9F കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക? ഇവിടെ എന്താ എഴുതണ്ടേ? പറയൂ. 9F കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാ? 9F കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാ വരിക? കിട്ടുന്നില്ല. 9 കഴിഞ്ഞാൽ ഏതാ? ഇവിടെ A ആണുള്ളത്. 9 കഴിഞ്ഞാൽ A ആണ്. അപ്പൊ നമുക്ക് 9F കഴിഞ്ഞാൽ A0, A1, A2, etc. A9, AA. അത് പറയാമോ? AF കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക? B0 ആണ് ടീച്ചർ. കറക്റ്റ്, B0 ആണ്. AF കഴിഞ്ഞാൽ B0, B1, B2, അങ്ങനെ BF വരെ എത്തും. BF കഴിഞ്ഞാലോ C0 to CF, D0 to DF, E0 to EF, F0 to FF. എനിക്കറിയണ്ട FF കഴിഞ്ഞാൽ എന്താ വരിക എന്നാവാ. FF കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ വരിക? FF വരെ എത്തി വന്നു. ഇനി അടുത്ത് എന്താ വരിക? ഡബിൾ എ വരൂ ടീച്ചർ. FF കഴിഞ്ഞപ്പോൾ എന്താ? ഡബിൾ എ നേരത്തെ നമ്മൾ എഴുതിയില്ലേ? 100 ആണോ മിസ്? എയുടെ വാല്യൂ എഫിനേക്കാൾ കുറവാണ്. ഡബിൾ എ കഴിഞ്ഞ് ബി, ബി കഴിഞ്ഞ് സി, സി കഴിഞ്ഞ് ഡി അല്ലേ വരിക?
എ ബി സി ഡി ഇ എഫ് എന്നല്ലേ വരാം. അപ്പൊ എയുടെ വാല്യൂ എഫിനേക്കാൾ കുറവാണ്. ഡബിൾ എ കഴിഞ്ഞിട്ട് ഡബിൾ എഫ് വരും. ഡബിൾ എ കഴിഞ്ഞിട്ട് ഡബിൾ എഫ് വരും. ഇനി അടുത്ത് എന്താ വരിക? ആ സ്ലൈഡ് നോക്കിയേ. നമ്മൾ ഇവിടെ നോക്കിയ എപ്പോഴും ഡെസിമൽ ആയിട്ട് കമ്പയർ ചെയ്യാം. 9 കഴിഞ്ഞാൽ നമ്മൾ 10 എഴുതണേ. ഇവിടെ 9ന്റെ സ്ഥാനത്ത് ഇവിടെയുള്ള എഫ് ആണ്. എഫ് നമുക്ക് 10 എഴുതാം. ഇവിടുത്തെ എഫ് 100 വരുള്ളൂ. ഇത്രയും കഴിഞ്ഞാലേ 100 വരുള്ളൂ. നോക്കി 100 വരെ എത്തിയിട്ടില്ല. ഇതിന് കഴിഞ്ഞ് കുറെ ഓക്കെ ഒന്ന് എഴുതി നോക്കാം. എഫ് 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 വരെ എഴുതി നോക്കാം കേട്ടോ. 100 കഴിഞ്ഞ് എഫ് എഫ് വരെ എഴുതി നോക്കുക. ഈ എഫ് എഫ് കഴിഞ്ഞപ്പോൾ അടുത്ത നമ്പർ എന്താ വരിക? +1 വിൽ ബി 1 0 0 0. വൺ സീറോ 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 1000 എത്തും. ഓക്കെ ക്ലിയർ? ഒന്നുകൂടി പറയാമത്. എഫ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡിജിറ്റ് ആണ് 10. എഫ് എഫ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡിജിറ്റ് ആണ് 100. എഫ് കഴിഞ്ഞാൽ അടുത്ത ഡിജിറ്റ് ആണ് 1000. ഇങ്ങനെയാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം പോവുക. ഓക്കെ സ്റ്റോപ്പ് നൗ. നിങ്ങളിപ്പോ ഇത് ചെയ്യേണ്ടത് എന്താ? ഡെസിമൽ നമ്പർ സിസ്റ്റം ഒരു 32 വരെ എഴുതാം. ബൈനറി 32 വരെ എഴുതാം. ഒക്ടൽ ഒരു 32 പോരാ, 64 എഴുതാം. ഒക്ടൽ അപ് ടു 64 വരെ എഴുതാം. ഹെക്സാഡെസിമലോ ഞാൻ എത്ര പറഞ്ഞു? എഫ് എഫ് വരെ എഴുതാം. ഫുൾ എഴുതണമെന്നില്ല, നിനക്ക് തൊട്ടിട്ട് പോയാൽ മതി. ഫുള്ളിൽ ഒത്തിരി വലിയ ഒരുപാട് നമ്പേഴ്സ് വരും, അത്രയും വേണ്ട. നമുക്ക് മനസ്സിലാവുന്ന പോലെ A0 0 1 2 3 നമുക്ക് അറിയാമല്ലോ. ഇടയ്ക്ക് ബ്രേക്ക് മാത്രം എഴുതിയാൽ മതി. ഹെക്സാഡെസിമൽ എഫ് 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 എഴുതാം. ഓക്കെ ഓക്കെ ദെൻ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിന്റെ ത്രൂ വാട്സ്ആപ്പ് ഒന്നോ നാളത്തെ അവർ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. നാളത്തെ അവർ കാണും. നാളെ ക്ലാസ് ഉണ്ടാവും. അപ്പൊ നാളത്തേക്ക് വരുമ്പോൾ ചെയ്തിട്ട് വരാം കേട്ടോ. താങ്ക് യു. പോണ്ട്.